ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ യു എയിലാണ്. നിങ്ങൾക്ക് യു എയിൽ ഓൾറെഡി ഒരു ജോലിയുണ്ട്. ആ ജോലിയോട് കൂടി തന്നെ നിങ്ങൾക്ക് വേറൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോ ഇട്ടു. ഗൈസ്, അങ്ങനെ നമുക്ക് യു എയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ യു എ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ പാർട്ട് ടൈം വർക്കിന് വേണ്ടിയുള്ള പെർമിറ്റ് എടുക്കണം. അത് ഏത് വെബ്സൈറ്റ് ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, അതിനായിട്ട് നിങ്ങൾ ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം MOHRE.gov.a എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഓപ്പണായി വരുമ്പം ചിലർക്ക് മൊത്തത്തിൽ അറബിക്കിലും ചിലർക്ക് ഇംഗ്ലീഷിലും ആയിരിക്കും. ഇപ്പോൾ അറബിക്കിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ പേജ് ഇംഗ്ലീഷിലോട്ട് മാറി കിട്ടുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് യു എയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് കുറേയധികം സർവീസസും കാര്യങ്ങളൊക്കെ യു എ ഗവൺമെൻറ് നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേയധികം സർവീസസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം സർവീസസാണ് യു എ ഗവൺമെൻറ് ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ എമിറേറ്റ്സ് ID നമ്പറും കാര്യങ്ങളും കൊടുത്ത് OTPയും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഡോക്യുമെൻറ്റും കൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നതായിരിക്കും. ഈ പെർമിറ്റ് ലഭിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ട്യൂഷൻ എടുത്ത് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ പാർട്ട് ടൈം പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ട ഡോക്യുമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിന് മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ NOC ഫോം വേണം. അതായത് നോൺ ഒബ്ജക്റ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട്, അതായത് പാർട്ട് ടൈം ജോബ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഡിഗ്രിയോ ഡിപ്ലോമയോ ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ അറ്റസ്റ്റേഷനും ചെയ്തിരിക്കണം. അതായത് മൊഫയോ UAE അറ്റസ്റ്റേഷനും, ഈ 2 അറ്റസ്റ്റേഷനും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോബ് പെർമിറ്റിന് വേണ്ടിയിട്ട്, അതായത് പാർട്ട് ടൈം ജോബ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഈ പാർട്ട് ടൈം ജോബ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എത്ര രൂപ എമൗണ്ട് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 150 ദിർഹംസ് ആണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒരു ജോലി ഉണ്ടായിട്ടും വീണ്ടും ഒരു പാർട്ട് ടൈം ജോലിയും കൂടെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.